ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു നേരത്തെ ഫുഡായിട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ നാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ മാവിലല്ല ഗോതമ്പ് മാവിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. 250 ml കപ്പിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. പാല് ഏത് പാല് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. തിളപ്പിച്ചാറിയ പാലോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത പച്ചപ്പാലോ ഒക്കെ ചേർക്കാം. അതുപോലെ തന്നെ ഓയിൽ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് ഡബിളായിട്ട് വരും കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് എനിക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിനനുസരിച്ചൊക്കെയാണ് വെള്ളത്തിൻ്റെ അളവ്. ഇതിന് കൃത്യമായിട്ടൊരു അളവ് പറയണില്ല കേട്ടോ. അപ്പോൾ ഇനി ഫില്ലിങ്ങിനായിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഞാനൊരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. നല്ലോണം വാടി കളറൊക്കെ ഒന്ന് മാറുമൊന്നും വേണ്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ 1 കപ്പ് സ്പ്രിംഗ് ഓണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഞാനിപ്പോൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത്രയും മസാലയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല പൊടിയോ കുരുമുളകൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഫില്ലിങ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാ ഈ ഒരു സമയം കൊണ്ട് 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് മാവ് ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബോൾസ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. എനിക്ക് ഈ ഒരു മാവിന്ന് 6 വലിയ ബോൾസും ഒരു ചെറിയൊരു ബോളുമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കൈവച്ചിട്ടൊന്ന് പരത്തുകയാണ്. അങ്ങനെ തന്നെ കുറച്ചൊന്ന് പരന്ന് കിട്ടും, കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണല്ലോ. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. നമ്മളിതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പലഹാരം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കഴിക്കണത്. അപ്പോൾ ഇത് കഴിക്കാനുള്ളൊരു ഫില്ലിങ് ഇതിനകത്ത് തന്നെ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫില്ലിങ് തന്നെ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിനകത്ത് അത്യാവശ്യം നല്ല പോലെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. വീണ്ടും ഒരു ബോളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകണ അത്രത്തോളം ഒന്നും നിറച്ച് കൊടുക്കണ്ട. ഒരു അത്യാവശ്യം നന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും പരത്തിയിട്ടെടുക്കാം.
പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോയൊന്നുമില്ല, കാരണം അത്യാവശ്യം നമ്മൾ വലിയൊരു ബോളാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചിട്ട് പരത്തിയെടുക്കുക. നോമ്പിനൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു എണ്ണ പലഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പത്തിരിയോ ഒറോട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ഒരെണ്ണം ഉണ്ടെങ്കിലും മതി കേട്ടോ വയറ് നിറയാനായിട്ട്. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കുന്ന സമയം തന്നെ വേണ്ടുള്ളൂ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ നാനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് രണ്ട് വശവും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒരേപോലെ വേവിച്ചിട്ടെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിക്കൻ നാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിനകത്തൊക്കെ നിറയെ ഫില്ലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിന് കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.